കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ അടുത്ത ഏരിയ ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ അടുത്ത ഒരു സെക്ഷനാണ് ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ, അതായത് നമ്മൾ ഇതുവരെ ചെയ്ത എന്താണ്, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതായത് y എന്ന് പറയുന്നത് എക്സിലുള്ള ഒരു ഫംഗ്ഷനാണ് അല്ലേ. അപ്പോൾ എക്സിലുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻ, അതായത് y ഈക്വൽ ടു സൈൻ എക്സ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, dy ബൈ ഡി എക്സ്. ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് കോസ് എക്സ്. ഇതാണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മുടെ y എന്ന് പറയുന്നത് ഒരു രണ്ട് ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് വൈ, എക്സിനും വൈയിലുള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ, അതായത് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഫംഗ്ഷനെ നമുക്ക് എക്സിൻ്റെ വൈയുടെ ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് വേറൊരു സിറ്റുവേഷനാണ്. എക്സിൻ്റെ വൈയുടെ ഫംഗ്ഷനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാനോ ഒന്നും പറ്റില്ല. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്. y ഈക്വൽ ടു എന്താണ്, y ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ബൈ എക്സ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സിനെ നമുക്ക് y ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വൈയിൽ എന്തുണ്ട്, വൈയുടെ ഒരു ഫംഗ്ഷന് വന്നിട്ടുണ്ട് അല്ലേ. അതായത് ഇപ്പം എന്താണ്, ഈക്വൽ ടു എഫ് ഓഫ് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആയി. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഇതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. രണ്ട് ഫംഗ്ഷനിൽ, ഒരു ഫംഗ്ഷനുള്ള ക്വസ്റ്റ്യൻ അല്ല, രണ്ട് ഫംഗ്ഷൻ വരുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ സൈൻ എക്സ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ സൈൻ എക്സ്. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ, അതായത് ഇതിൽ നിന്ന് നമുക്ക് y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റിംഗ് both sides with respect to x. x കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സൈഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് d by dx of y square equal d by dx of sin x. Derivative of x square is 2x plus derivative of y square. y square derivative y square is 2y. പക്ഷെ എന്താണ് നോക്കിയേ, derivative of x with respect to d by dx of x square ആണ്, x raised to n ആണ്, n into x raised to n minus 1. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ആണ് അല്ലേ. പക്ഷെ ഇവിടെ എന്താ, ഡെറിവേറ്റീവ് ഓഫ് എന്തിൻ്റെ, വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ എക്സ് അല്ല വൈ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ആണ്. പിന്നെ എന്താണ്, ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഡി വൈ ബൈ ഡി എക്സും കൂടെ എഴുതുക. 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്, കോസ് എക്സ്. വി നീഡ് ടു ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. 2y into dy by dx equal cos x minus 2x. ഈ plus 2x equal number 2 minus 2x. dy by dx equal, therefore dy by dx equal cos x minus 2x divided by 2y. ഇങ്ങനെയാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. ആദ്യം എന്താ ചെയ്യുന്നത്, എക്സിലുള്ള ഫംഗ്ഷനെ നമ്മൾ ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു. വൈയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2y ഇൻറ്റു വൈ എന്ന് പറയുന്നത് വേറൊരു ഫംഗ്ഷൻ അല്ല. അപ്പോൾ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. ഇനി ഇതിൽ നിന്ന് എന്താ ചെയ്യുന്നത്, വൈയുടെ ഡി വൈ ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ അറേഞ്ച് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. ഓക്കെ.